പ്രവാസ ലോകത്തെ വാർത്തകൾ. കാനഡയിലെത്തുന്ന വിദേശ പൗരന്മാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാൻ ഇനി പുതിയ പരീക്ഷാ കടമ്പ കടക്കേണ്ടി വരും. സ്ഥിരതാമസ അപേക്ഷകർക്കായി പുതിയ ഭാഷാ പരീക്ഷ അവതരിപ്പിച്ചിരിക്കുകയാണ് കാനഡ. കനേഡിയൻ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാർക്ക് അവരുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാൻ എമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ എഡ്യൂക്കേഷൻ ടെസ്റ്റിംഗ് സർവീസ് നിയന്ത്രിക്കുന്ന TOEFL എസൻഷ്യൽസ് ടെസ്റ്റ് നടത്തും. എമിഗ്രേഷൻ ആവശ്യങ്ങൾക്കായി ടെസ്റ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഉടൻ ആരംഭിക്കുമെന്നും അതോടെ ഔദ്യോഗിക വെബ് പേജുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്നും IRCC അറിയിച്ചു. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് തുടങ്ങി എക്സ്പ്രസ് എൻട്രികൾ സ്ട്രീമുകൾ ഉൾപ്പെടെ IRCCയുടെ സ്ഥിരമായ സാമ്പത്തിക കുടിയേറ്റ പ്രോഗ്രാമുകൾക്ക് കീഴിലുള്ള അപേക്ഷകൾക്ക് ഈ മാറ്റം ബാധകമാകും. ഇത് അറ്റ്ലാന്റിക് എമിഗ്രേഷൻ പ്രോഗ്രാമും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകളും ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാലും പുതിയ ടെസ്റ്റ് സ്വീകരിക്കണമോ എന്ന് ഓരോ പ്രവിശ്യകളും തീരുമാനിച്ചേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് തൽക്ഷണം അനൌദ്യോഗിക സ്കോറുകൾ ലഭിക്കും. അതേസമയം ഔദ്യോഗിക ഫലങ്ങൾ സാധാരണയായി 6 ദിവസത്തിനുള്ളിൽ പുറത്തുവിടും. സ്കോർ റിപ്പോർട്ടുകൾ അധിക ചെലവില്ലാതെ ഒന്നിലധികം സ്ഥാപനങ്ങളിലായി പങ്കിടാം. നിലവിൽ IRCC ഇമിഗ്രേഷനായി 3 ഇംഗ്ലീഷ് പരീക്ഷകൾ സ്വീകരിക്കുന്നു. കനേഡിയൻ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം സൂചിക പ്രോഗ്രാം, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്നിവയാണവ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ പുതിയ US അംബാസഡറായി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ ചുമത്തിയതിനു പിന്നാലെ ഇന്ത്യ-US ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ വിശ്വസ്തൻ അംബാസഡറാകുന്നത്. ദക്ഷിണ മധ്യേഷ്യയിലെ പ്രത്യേക പ്രതിനിധിയുടെ ചുമതലയും സെർജിയോ ഗോറിന് നൽകിയിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായാണ് സെർജിയോ ഗോർ അറിയപ്പെടുന്നത്. എറിക് സെറ്റിക്ക് പകരക്കാരനായാണ് സെർജിയോ ഗോർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ അടുത്ത അംബാസഡറായും തെക്കു മധ്യേഷ്യയിലെ പ്രത്യേക പ്രതിനിധിയായും പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഗോർ വളരെ കാലമായി തന്റെ ഒപ്പം നിന്ന സുഹൃത്താണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിലാണ് സെർജിയോ ഗോർ ജനിച്ചത്. പിന്നീട് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് വൈറ്റ് ഹൌസിലെ പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിലെ ഡയറക്ടറായി സെർജിയോ ഗോറിനെ തെരഞ്ഞെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി അറേബ്യ വിദേശ തൊഴിലാളികൾക്കും സൗദി പൗരന്മാർക്കും ബാധകമാകുന്ന ഒരു പുതിയ സന്നദ്ധ പെൻഷൻ സേവിങ്സ് പദ്ധതി നടപ്പിലാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. പബ്ലിക് പെൻഷൻ ആൻഡ് സേവിംഗ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഈ പരിപാടി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വിദേശത്തേക്ക് പണമയക്കുന്നതിന്റെ വൻതോതിലുള്ള ഒഴുക്ക് കുറയ്ക്കുന്നതിനൊപ്പം കാർഷിക സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനു കൂടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികൾ മൊത്തം 144.2 ബില്യൺ റിയാലാണ് നാട്ടിലേക്ക് അയച്ചത്. ഇത് മുൻ വർഷത്തേക്കാൾ 14% വർധനവാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ 1.43 ട്രില്യൺ റിയാലാണ് സൗദിയിലെ വിദേശികൾ അവരുടെ നാടുകളിലേക്ക് അയച്ചത്. സൗദി അറേബ്യയുടെ സോഷ്യൽ ഇൻഷുറൻസ് സംവിധാനത്തിൽ 12.8 ദശലക്ഷം വരിക്കാരുണ്ട്. അവരിൽ ഏകദേശം 77% പ്രവാസികളാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് യാത്രാ പദ്ധതിയുമായി തായ്ലൻഡ്. അന്താരാഷ്ട്ര സന്ദർശകർക്ക് സൗജന്യ ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ സെപ്റ്റംബർ മുതൽ നൽകാനാണ് തീരുമാനം. ഇന്ത്യക്കാർ ഉൾപ്പെടെ തായ്ലൻഡിലെത്തുന്ന അന്താരാഷ്ട്ര സന്ദർശകർക്കായി പുതിയ യാത്രാ പദ്ധതിക്ക് ബൈ ഇന്റർനാഷണൽ ഫ്രീ തായ്ലൻഡ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബാങ്കോക്ക്, ഫുക്കറ്റ് പോലുള്ള പതിവ് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾക്കപ്പുറമുള്ള പുതിയ സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 3 മാസത്തിനുള്ളിൽ തായ്ലൻഡിലുടനീളം വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി. ഈ പദ്ധതി പ്രകാരം യുനെസ്കോയുടെ ലോക പൈതൃക നഗരങ്ങൾ, പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, രാജ്യത്തുടനീളമുള്ള പ്രധാന പ്രദേശങ്ങൾ എന്നിവ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെടും. ഈ പദ്ധതി പ്രകാരം സെപ്റ്റംബറിനും നവംബറിനുമിടയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. തായ്ലൻഡിലേക്ക് സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര ടിക്കറ്റുകൾ വാങ്ങുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശ ടൂറിസ്റ്റുകൾക്ക് എയർലൈൻ വെബ്സൈറ്റുകൾ, മൾട്ടി സിറ്റി ഓപ്ഷനുകൾ, ഫ്ലൈ ത്രൂ സേവനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജന്റുകൾ എന്നിവയിലൂടെ ഓഫറിന് അർഹത ലഭിക്കും. ഓരോ യാത്രക്കാരനും പുറപ്പെടുന്നതിനും മടങ്ങുന്നതിനുമുള്ള ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ ലഭിക്കും. കൂടാതെ 20 കിലോ ബാഗേജ് അലവൻസും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.